യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ജയനഗർ ഒരു സെറാമിക് ഷോപ്പിൽ പോവാണ്. നമ്മൾ ശിവജി നഗറുള്ള ഡൈംവെയറിൽ മുമ്പ് പോയിട്ടുണ്ട്, വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോണത് ജയനഗറുള്ള ശ്രീ ഗായത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറാമിക് ഷോപ്പിലോട്ടാണ്. ഇതുവരെ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഇന്ന് ശിവജി നഗർ പോകാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്കാന്ന് കാണിച്ചുകൊണ്ട് പ്ലാൻ മാറ്റിയിട്ട് നമ്മളിന്ന് ജയനഗർ പോവാണ്. അപ്പോൾ ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര മിനിറ്റിലെത്തും? 6 മിനിറ്റിൽ റാപ്പിഡോ എത്തും. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ മാറിയിട്ട് അധികം സാധനങ്ങളൊന്നും ഇപ്പോഴും വാങ്ങി തീർന്നിട്ടില്ല. പ്ലേറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, പഴയ പ്ലേറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പ്ലേറ്റ് ഇല്ല. അപ്പോൾ അതെന്തായാലും ഇന്ന് തന്നെ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പെടും. അത് കാരണം കൊണ്ടാണ് ഇന്ന് ബ്ലോക്കാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇന്ന് തന്നെ പോണത്. അപ്പോൾ നമുക്ക് കാണാം. ഒരു പരിപാടിക്ക് ചോദിക്കണ്ട്, എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയുണ്ട് ഗൈസ്. കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്യില്ലേ, ഞാൻ കുഞ്ഞിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാ. എങ്ങനെയുണ്ട്? ബാക്ക് വരെ ഉണ്ട് കേട്ടോ, അതെനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇനി 2 മിനിറ്റിനുള്ള റാപ്പിഡോ എത്തും. അപ്പോൾ പൂട്ടി ഇറക്കട്ടെ, നമുക്ക് വഴിയിൽ വെച്ച് കാണാം. നമ്മൾ നോർമലി എടുക്കുന്ന സമയത്തിനേക്കാളും ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ജയനഗർ എത്താനായിട്ട്. എന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ തലയിൽ ചെയ്ത് വെച്ച ഗോപുരെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആക്ച്വലി കടയിൽ കയറിയതിന് ശേഷം ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. കാരണം എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു എനർജി എന്തോ എനിക്ക് എടുക്കാനുള്ളൊരു മൂഡ് വന്നില്ല. ആകെ കൂടെ ഞാൻ എടുത്ത് വെച്ച സാധനങ്ങളുടെ ഒരു 2 വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ അധികം സാധനങ്ങൾ വാങ്ങിയില്ല. ഒന്നൊരു പറയോ പറഞ്ഞത്? ഓർക്ക് കേൾക്കില്ല. പക്ഷേ കപ്പിൾ ടാറ്റു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു എൻ്റെ ഇങ്ങനെ വീട് പോലെ ചമ്പ് വിടും, എന്നിട്ട് അതിൻ്റെ ആ അമ്പതിനെ പറിച്ചു കയറുന്ന പോലെ ഇങ്ങനെ വരണം. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി കുക്ക് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ല. എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് നമ്മളവിടെ അടുത്തുള്ള ഒരു R&R ബിരിയാണിയിൽ കയറിയിട്ട് ബിരിയാണി കഴിക്കാനാണ് ഉണ്ടായത്. ആ ബിരിയാണി ഉണ്ടാക്കി വരുന്ന നേരം കൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഓഫീസിലെ സ്ട്രെസ്സുകൾ പറഞ്ഞു തീർക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഓഫീസിലെ സ്ട്രെസ് അധികം പറഞ്ഞിട്ടില്ല. അച്ചുവാണ് മെയിൻലി പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. വന്നപ്പോൾ തൊട്ട് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. പിന്നെ ബിരിയാണി ഒന്ന് വന്നപ്പോഴാണ് അവൻ സമാധാനമായിട്ട് പിന്നെ ബിരിയാണി കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി വീണ്ടും കുറേ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. ഗൈസ്, നമ്മൾ വാങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് ആ കടയിൽ നിന്ന്, അതായത് ആ ഷോപ്പിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരു വൈബ് അങ്ങ് മാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവർ 2 പേരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് സഞ്ജുവിനെയും ചേട്ടനെയും. പിന്നെ അച്ഛൻ വരാൻ ലേറ്റായി. അച്ഛൻ കട അടച്ചതിന് ശേഷമാണ് എത്തിയത്. അവർ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അവരെത്തിയത്. അവർക്ക് സാധനം ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പം മൊത്തത്തിലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് അധികം വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം ചെറിയ ഐറ്റം വേണോ വലിയ ഐറ്റം വേണോ? ഓക്കെ, ഫസ്റ്റ് ഞാനിത് കാണിച്ചു തരാം. ഇതൊരു പ്ലേറ്റിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേ ആണ്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ഇതെല്ലാം മൈക്രോവേവ് ഫ്രണ്ട്ലി ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് എത്രയാണ് ഞാൻ മറന്നുപോയി. എനിക്ക് ടോട്ടല് 2100 ആയത്. 2350 മറ്റോ പറഞ്ഞിട്ട് 2100. പിന്നെ ഈ ഒരു ഇതേപോലത്തെ ഒരു ചീനച്ചട്ടി പോലത്തെ ഒരു ഐറ്റം, ഇതിന് എത്ര 200 150 ആണ്. സെയിം ഇതിനും 200 തോന്നുന്നു. ഇത് ക്യൂട്ടായിട്ടില്ലേ? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതും അങ്ങനത്തെ ഒരു ഐറ്റമാണ്. എനിക്ക് കുറച്ചധികം കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇടണം എന്ന് എനിക്കുണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ വലിയ കുക്കൊന്നുമല്ല, ജീവിച്ച് പോകാനുള്ള അത്രയൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. എന്നാലും അറിയാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ്. ഇനി ആണ് കുറച്ച് വലിയ ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ വലുപ്പത്തിലുള്ളത്. വീഴോ ദൈവമേ. ഇതിൽ വാങ്ങിയതിൽ വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഇതാണ്. ഇതിൻ്റെ വർക്ക് ഇങ്ങനെ വരുന്നത്.
ഭയങ്കര ക്യൂട്ട് ആയിട്ട് ഇങ്ങനെ കഞ്ഞിയും കുടിക്കാം, ചോറും കഴിക്കാം, അങ്ങനത്തെ ഒരു ഐറ്റം എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ബിലോ. ഇതിന് 250 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റിന്. ഐ തിങ്ക് ഇത് 250 രൂപയ്ക്ക് ഇത് ഭയങ്കര വേർത്താണ്. കാരണം ഈ ഒരു പ്ലേറ്റ് ആക്ച്വലി ഇങ്ങനത്തെ പ്ലേറ്റ്സ് വാങ്ങാനാണ് പോയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതിന് ഭയങ്കര കാശ് കൂടിയതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. വെള്ളത്തിൽ വെച്ചിട്ട് ഇത് വലിയ ഓക്കെ ആയി, വലിയ ഓക്കെ അല്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് ഞാൻ വാങ്ങി. ഇതിന് 350 രൂപയാണ് ഒരു പ്ലേറ്റിന്. 2 എണ്ണം ഞാൻ വാങ്ങിയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇനി പതുക്കെ വാങ്ങണം വേറെ. ഇതാ, സോ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ മെയിൻ ഐറ്റം എടുത്ത് ഞാൻ ഇവിടെ. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ഐ ലവ് യു. സൈനോറ.